തട്ടിന്റെ മേലെ കൊണ്ടുപോയി കാലൊക്കെ കൂട്ടി കെട്ടി കത്തിയെടുത്ത് അറുത്തു. തലങ്ങനെ എടുത്തിട്ട് ഉമ്മാൻ്റെ അടുത്ത് വന്നു. ഉമ്മ ഇപ്പൊ ആടിന് അർത്ഥമായി കാക്കാൻ ഞാൻ അറുത്തു പറഞ്ഞു. ഉമ്മ ഓടി ചെന്ന് നോക്കുമ്പോൾ മൂത്ത കുട്ടീൻ്റെ അർത്ഥം ഇങ്ങനെ കിടക്കുന്നു. അതിൽ ഉമ്മാന്റെ വെപ്രാളം ബേജാറെ കൂടി കണ്ടപ്പോൾ തല ഇട്ടുകൊണ്ട് മേരുന്ന് താഴത്തേക്കും ചാടി ഓനാണ് മരിച്ചു. രണ്ടാമത്തോ 2 കുട്ടികളും മരിച്ചു. അബ്ദുറളിയല്ലാഹുവിന്റെ ഭാര്യ 2 കുട്ടികളെ അകത്ത് കൊണ്ടുപോയിട്ട് കട്ടിൽമ കടത്തിങ്ങാണ്ട് ശരിക്കും നല്ലൊരു പുറപ്പെട്ടിട്ട് മൂടി അടുക്കളയിൽ പോയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. കറി ഉണ്ടാക്കി റൊട്ടി ഉണ്ടാക്കി. നബിയും സഹാബത്തും ജാബിർ റളിയല്ലാഹുവിന്റെ കൂടെ അങ്ങനെ വരികയാണ്. ജിബ്രീൽ അലൈഹി സ്വലാം വന്നു. എവിടെ ഞങ്ങൾ പോണു വെച്ചു. ജാബിറിന്റെ പേരിൽ ഒരു സൽക്കാരം അങ്ങോട്ട് പോകാണ് പറഞ്ഞു. കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടോ പറഞ്ഞു. സുപ്രവിരിച്ചു, വട്ടത്തിലിരുന്നു, ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജാബിറെ കുട്ടികളെ എവിടെയെന്ന്. മൂപ്പർ അടുക്കളയിൽ പോയിട്ട് ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു. അതിന് 34 ഇങ്ങനെ ഒന്ന് ഉണ്ടു. അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇങ്ങനെ 3-ാം പ്രാവശ്യം ചോദിച്ചു, ജാബിറെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു. മൂപ്പർ അടുക്കളയിൽ പോയിട്ട് ഭാര്യയോട് ചോദിച്ചു, അല്ലേ ഇതൊന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ എവിടെ ചോദിച്ചു. ജാബിർ റളിയല്ലാഹു കരഞ്ഞാണ്ട് പുറത്ത് ഇങ്ങനെ വന്നു. മുസ്തഫ നബിയോട് ഉണ്ടായ വിഷയം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞത് ഓർത്തു. കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് അള്ളാഹ് പറഞ്ഞല്ലേ, അതുകൊണ്ട് കുട്ടികൾ വരട്ടെ എന്ന് പറഞ്ഞു. കുട്ടികൾ നീച്ചിട്ട് വന്നു. ജാബിർ റളിയല്ലാഹു പറഞ്ഞു, തിന്നോളി എല്ലാം കരുത്ത് തീർന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ നീച്ചാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആടങ്ങനെ നീച്ചിട്ട് ജാബിർ റളിയല്ലാഹുവിന്റെ അടുത്ത് ചെല്ലുന്നതാണ് രംഗം.